സ്ലോട്ട് പ്രിയ ദൈവപൈതലി, നാളെ മുതൽ നമ്മുടെ 3 ഡേയ്സ് ഫാസ്റ്റിംഗ് തുടങ്ങുകയാണ്. ഉപവാസത്തെക്കുറിച്ച് എല്ലാവർക്കും ഭയങ്കര സംശയങ്ങളും ടെൻഷനുകളൊക്കെ ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് തരുന്നത്. ഉപവാസം എന്ന് പറയുമ്പോൾ എസ്തേറിൻ്റെ 3 ദിവസം ഉപവാസം, ഒരു തീരുമാനം, ഒരു രാജ്യത്തിന് വേണ്ടി, നശിച്ചു പോകുന്ന ജനത്തിനു വേണ്ടി, യഹൂദ വംശത്തിന് വേണ്ടി എസ്തേർ എഴുന്നേറ്റതുപോലെ അവളെ മൊർദെഖായി അവൾക്ക് സുബോധം കൊടുത്തപ്പോഴാണ് അവൾക്ക് എഴുന്നേൽക്കാനുള്ള ഒരു പ്രോത്സാഹനമുണ്ടായത്. നമ്മളും നമ്മുടെ ദേശങ്ങളിലും രാജ്യങ്ങളിലൊക്കെയും നശിച്ചു പോകുന്ന തലമുറകൾക്ക് വേണ്ടി നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഉപവസിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നടക്കും. ഇനി എങ്ങനെ ഉപവസിക്കാൻ പറ്റും? ഉപവസിക്കുമ്പോൾ വിശപ്പ് വന്നാൽ എന്ത് ചെയ്യും? ഞാൻ ഷുഗർ പേഷ്യൻ്റാണ്, ഞാൻ കൊളസ്ട്രോൾ പേഷ്യൻ്റാണ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ വീട്ടിലാരും എന്നെ സപ്പോർട്ട് ചെയ്യത്തില്ല, എനിക്ക് അനുകൂലമായ ആരുമില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഉപവസിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് ചേർന്നാണ് ഇരിക്കുന്നത്. ഉപവാസം, ദൈവത്തോടു കൂടിയുള്ള വാസം. ഒബ്വിയസ്ലി നമുക്ക് വിശപ്പുണ്ടാകും. വിശപ്പ് വരുമ്പോൾ ജസ്റ്റ് ഇഗ്നോർ, വചനം കൊണ്ട് അതിനെ ഓവർകം ചെയ്യുക. വിത്ത് വേർഡ് ഓഫ് ഗോഡ് എവറിത്തിങ് ഈസ് പോസിബിൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിശപ്പ് വരുമ്പോൾ അസിഡിറ്റി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ച് ഒരു ശകലം വെള്ളം, ചൂടുവെള്ളം കുടിക്കുക, അല്ലെങ്കിൽ തണുത്ത നോർമൽ വാട്ടർ കുടിക്കുക. നിങ്ങൾക്കിനി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് എന്തെങ്കിലും അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ദൈവം വിസ്റ്റം തരുന്നോ അതിനനുസരിച്ച് പോവുക. ബിബ്ലിക്കലി എനിക്കൊന്നും പറയാനില്ല. ചിലപ്പം നിങ്ങൾക്ക് ഇച്ചിരി കരിക്കും വെള്ളം അങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരും. ആദ്യമായിട്ട് എടുക്കുന്നവർക്കും ശകലം കുടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതും ഇനി ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് ഇനി അത് പ്രശ്നം ഉണ്ടാക്കരുത്. കാരണം എല്ലാം കുറ്റം കണ്ടുപിടിക്കാനാണല്ലോ ആളുകൾ. അപ്പോഴും വളരെ ഇഷ്ടത്തോടു കൂടിയായിരിക്കുക. ചിലർ ചായ കുടിച്ചുകൊണ്ട്, രാവിലെയും വൈകിട്ടും ചായ കുടിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്തുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ ഈ ദിവസങ്ങളിൽ ഉപവസിക്കുന്നവരുണ്ട്. എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ദൈവം തന്ന വിസ്റ്റത്തിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്യുക. അൾട്ടിമേറ്റ്ലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ഉപവാസ സമയത്ത് ദൈവത്തോട് ചേർന്നിരിക്കുക, മനുഷ്യരോട് ചേർന്നിരിക്കാതെ. മാനുഷിക ശബ്ദങ്ങളെയൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ദൈവശബ്ദത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. ലോകത്തിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആത്മീയമായി നമ്മൾ മുന്നോട്ട് പോയി ദൈവത്തിൽ നിന്നും ചില ദർശനങ്ങളും വെളിപ്പാടുകളും പ്രാപിച്ച് അനേകർക്ക് നമ്മൾ വെളിച്ചമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഉപവാസം, നാളെ മുതൽ തുടങ്ങുന്ന ഉപവാസം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നെവർ ഗിവ് അപ്പ്. നമ്മുടെ ഫോൺ നമ്പർ 00971 5570799031. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ ബ്ലെസ്സഡ് ഫാസ്റ്റിംഗ്. ഇന്ന് മുതൽ നൈറ്റിൽ നമുക്ക് സ്പെഷ്യൽ പ്രെയർ ഉണ്ടായിരിക്കും. ഗോഡ് ബ്ലെസ് യു.